Hello everyone, welcome to ICA lectures. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന KWA അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് എക്സാമിലെ മെക്കാനിക്കൽ ടോപ്പിക്സിൽ നമുക്ക് 25 മാർക്കാണ് മെക്കാനിക്കൽ സിലബസിൽ വരുന്നത്. സോ അതിൽ 25 മാർക്കിൽ ഓരോ മാർക്കും നമുക്ക് ഓരോ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് PSC എക്സാംസിന് വരാൻ വളരെ ചാൻസ് കൂടുതലുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസുകൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. 3 മാർക്കാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. Question number 1, if two forces 8 kilonewton and 6 kilonewton act at right angle to each other, their resultant force will be. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് resultant force ആണ്. Their resultant force will be. Okay, so the equation to find out the resultant is root of p square plus q square plus 2pq cos theta, where p and q എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സുകൾ, p and q എന്ന് പറയുന്ന രണ്ട് ഫോഴ്സുകൾ, and theta is the angle between them. Okay, but here in our question the two forces are p and q are 8 kilonewton and 6 kilonewton, which are right angle to each other എന്ന് പറഞ്ഞിട്ടുണ്ട്, which are right angle to each other. Okay, that means theta is equal to എന്താണ്, which means theta is equal to 90. Okay, theta is equal to 90 means cos theta is equal to 0. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്, resultant r is equal to root of p square plus q square, which is equal to root of 8 square plus 6 square, which is equal to root of 64 plus 36, which is equal to root 100, which is equal to 10 kilonewton. So our answer is option B, 10 kilonewton. Okay, then angle between two forces to make their resultant minimum and maximum are respectively. Okay, so ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് എടുത്താൽ അതിൻ്റെ റിസൾട്ടന്റ് മാക്സിമം വരുന്ന കേസ് എന്ന് പറയുന്നത്, ഓക്കെ, അതിൻ്റെ റിസൾട്ടന്റ് മാക്സിമം വരുന്ന കേസ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ദാറ്റ് മീൻസ് രണ്ട് ഫോഴ്സ് ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, നമുക്ക് തീറ്റ സീക്വൽ ടു എന്താണ്, 0 ഡിഗ്രി. അതുപോലെ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏറ്റവും മിനിമം വരുന്നത്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ ഏറ്റവും മിനിമം വരുന്നത് when the acting forces are opposite to each other, that time theta is equal to നമ്മൾ പറയും 180 എന്ന് പറയും. ഓക്കെ, സോ നമ്മളോട് മിനിമം മാക്സിമം എന്ന് പറഞ്ഞാൽ മിനിമം ഏതാണ് വരുന്നത്, 180, മാക്സിമം 0. So our answer is option D. Question number 3, a couple means ഒരു ബോഡിയിൽ two parallel forces which are same magnitude and opposite direction. Two parallel forces which are same magnitude but opposite direction and separated by a distance. അങ്ങനെയാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കപ്പിൾ എന്ന് പറയുന്നത്. Two parallel forces which are equal in magnitude but opposite in direction. സോ ഇതിന് വരുന്ന മൂവ്മെന്റ് എന്ത് മാത്രമായിരിക്കും, ഇത് ഇങ്ങനെ കിടന്നിട്ടുള്ള ഒരു റൊട്ടേഷൻ മാത്രമാണ് എന്ത് വരിക, ഈ ഒരു കപ്പിളിന് മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, സോ എ കപ്പിൾ പ്രൊഡ്യൂസസ് ഓൺലി റൊട്ടേഷണൽ മോഷൻ, ദർ ഇസ് നോ ട്രാൻസ്ലേറ്ററി മോഷൻ. ഓക്കെ, ഓൺലി റൊട്ടേഷണൽ മോഷൻ, ദർ ഇസ് നോ ട്രാൻസ്ലേറ്ററി മോഷൻ. എ സ്റ്റീൽ കണ്ടെയ്നിങ് 0.8 to 1.5% കാർബൺ ഈസ് നോൺ ആസ്. നമ്മൾ പ്ലെയിൻ കാർബൺ സ്റ്റീൽ നമ്മൾ പറയുന്നത് അറൗണ്ട് അപ് ടു ഏത് വരെ വരുന്നത്, 0.3% കാർബൺ വരെ, അപ് ടു 0.3% ആണ് നമ്മൾ എന്ത് പറയും, ലോ കാർബൺ സ്റ്റീൽ എന്ന് പറയും. ലോ കാർബൺ സ്റ്റീൽ ഓർ അതിനെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, മൈൽഡ് സ്റ്റീൽ എന്ന് പറയും, മൈൽഡ് സ്റ്റീൽ. ഓക്കെ, അറൗണ്ട് 0.3 to 0.8 വരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയും. ഓക്കെ, ആൻഡ് ദെൻ 0.8 to നമ്മൾ ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള 1.5 ഓർ 1.7 വരെ നമ്മൾ എന്ത് പറയും, ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയും. നമുക്ക് ഒരുപാട് എക്സാംസുകളിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് എന്ത് പറയാം, സ്റ്റീൽ കണ്ടെയ്നിങ് 0.8 to 1.5% കാർബൺ ഈസ് നോൺ ആസ് ഹൈ കാർബൺ സ്റ്റീൽ. Then question number 5, what is the crystal structure of alpha iron? നമുക്കറിയാം ആൽഫ അയണിൻ്റെ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ആൽഫ അയോണാണ് നമ്മൾ ഏത് പറയുന്നത്, ഫെറൈറ്റ് എന്ന് പറയുന്നത്. ഏതാണ് ഫെറൈറ്റിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബോഡി സെൻറ്റേഡ് ക്യൂബിക്, ദാറ്റ് ഈസ് BCC സ്ട്രക്ചർ ആണ് ഇതെന്ന് പറയുന്നത്, ആൽഫ അയൺ എന്ന് പറയുന്നത്. ആൻഡ് അതർ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിട്ടുള്ള ഗാമ അയൺ. ഓക്കെ, ഗാമ അയൺ നമ്മൾ പറയും ഓസ്റ്റനൈറ്റ് എന്ന് പറയും. ആൻഡ് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഓസ്റ്റനൈറ്റ് ഈസ് FCC. ഓക്കെ, ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡെൽറ്റ അയൺ. ഓക്കെ, ഡെൽറ്റ അയൺ നമ്മൾ പറയുന്നത്
പറയുന്നത് ഡെൽറ്റ ഫെറൈറ്റ് എന്ന് പറയും. ഡെൽറ്റ ഫെറൈറ്റ്. ഓക്കെ, ഡെൽറ്റ ഫെറൈറ്റ്. ഡെൽറ്റ ഫെറൈറ്റ് അഗെയിൻ ഏതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? BCC ആണ് ഡെൽറ്റ ഫെറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് തവണ എക്സാമിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ നമുക്ക് പറയാം ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ആൽഫ അയൺ ഈസ് BCC, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്. ഓക്കെ, ആൻഡ് ഫോർ ഗാമ അയൺ ഇറ്റ്സ് FCC and delta ion it's BCC. Okay, BCC. Then question number 6. Modulus of rigidity is given by the ratio of. Okay, modulus of rigidity നമ്മൾ K എന്ന് പറയും. modulus of rigidity or അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ or shear modulus. Okay, modulus of rigidity or shear modulus എന്ന് പറയുന്നത് എന്താണ്? It is the ratio of shear stress. It is the ratio of shear stress to shear strain. It is the ratio of shear stress to shear strain. Modulus of rigidity K or shear modulus K is the ratio of shear stress to shear strain. So here answer is option C, shear stress to shear strain. Okay, shear stress to shear strain. Then question number 7. The modulus of elasticity and the bulk modulus are related by. The modulus of elasticity and bulk modulus are related by. So നമുക്ക് തന്നിട്ടുണ്ട് 1/m പോയിസൺ റേഷ്യോ ആണ്. എങ്കിൽ എന്താണ് റേഷ്യോ എന്നുള്ളത്? ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ബൾക്ക് മോഡുലസുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് 3k ഇക്വേഷൻ വരുന്നത് ഏതാണ്? 3k 1 - 2μ. ഓക്കെ, 3k 1 - 2μ. 3k 1 - 2μ, where μ is the Poisson's ratio. അപ്പോൾ ഇവിടെ 1/m ആണ്. സോ നമുക്ക് k എന്നുള്ള രീതിയിലാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. സോ k is equal to E/3 into 1/1 - 2/m. 1/1 - 2/m, which is equal to E/3 into m - 2/m. സോ m മുകളിലോട്ട് എടുക്കുന്നു. സോ m into E divided by 3 into m minus 2. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് എന്തെന്ന് പറയുന്നത്. സോ നമുക്ക് റിലേഷൻസ് ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. ക്വസ്റ്റൻ നമ്പർ 8. ഡയമട്രൽ പിച്ചസ്. അപ്പോൾ ഗിയറിലെ ക്വസ്റ്റൻസുകളാണ് നമുക്ക് വരുന്നത്. സോ ഗിയറും വൈബ്രേഷനും കൂടെ വരുന്ന മൊഡ്യൂളിൽ 6 മാർക്കാണ് വരുന്നത്. ഓക്കെ, സോ അറൗണ്ട് 3 മാർക്ക് ഗിയറിലും നമുക്കൊരു 3 മാർക്ക് എന്താണ് നമുക്ക് ചോദിക്കുന്നത്? വൈബ്രേഷനിലും ആയിരിക്കും. സോ ഡയമട്രൽ പിച്ച് ഈസ് 5. ദെൻ ദി കാൽക്കുലേറ്റ് ദി മൊഡ്യൂൾ ഓഫ് ദ ഗിയർ. ഓക്കെ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ മൊഡ്യൂൾ ആൻഡ് വാട്ട് ഈസ് ദ ഡയമട്രൽ പിച്ച്? Module is the ratio of pitch diameter divided by number of teeth. And diametral pitch is the ratio of number of teeth divided by diametral pitch. Okay, number of teeth divided by pitch diameter. That is, which is the reciprocal of module. നമ്മൾ m എന്ന് കൊടുക്കുകയാണെങ്കിൽ reciprocal of module ആണ് ഏതെന്ന് പറയുന്നത്? PD എന്ന് പറയുന്ന diametral pitch. So we can write which is equal to 1/, നമ്മളോട് ചോദിച്ചുള്ളത് മൊഡ്യൂളാണ് ചോദിച്ചത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? മൊഡ്യൂൾ is equal to 1/diametral pitch, which is equal to 1/diametral pitch is 5. So 1/5 is equal to 0.2 millimeter എന്ന് പറയാം. Or simply here 0.2. Option A is our answer. Okay, then question number 9. In involute gears the pressure angle is. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളെ പ്രഷർ പ്രൊഫൈലുകളിൽ നമ്മൾ ഗിയർ പ്രൊഫൈലുകളിൽ 2 പ്രൊഫൈലാണ് വരുന്നത്. ഇൻവല്യൂട്ടും അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് സൈക്ലോയിഡൽ. ഓക്കെ, ഇൻവല്യൂട്ടും അതുപോലെ സൈക്ലോയിഡലാണ് വരുന്നത്. ദെൻ ഇഫ് യു ആർ കൺസിഡറിംഗ് ദ പ്രഷർ ആംഗിൾ ഇൻ ബോത്ത് കേസസ്, ഇൻ കേസ് ഓഫ് ഇൻവല്യൂട്ട് ഗിയേഴ്സ് ദി പ്രഷർ ആംഗിൾ ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദി പ്രഷർ ആംഗിൾ ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. നമ്മൾ പറയുന്ന പ്രഷർ ആംഗിൾ എന്താണ്? ആൾവേസ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ സൈക്ലോയിഡിൻ്റെ കേസിൽ എന്താണ്? വിച്ച് ഈസ് വേരിയബിൾ. അത് വേരിയബിൾ ആണ്. ഓക്കെ, ഉള്ള രണ്ടും നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചുള്ളത് ഇൻവല്യൂട്ട് ഗിയേഴ്സ് ആണ്. ഇൻവല്യൂട്ട് ഗിയേഴ്സിന്റെ കേസിൽ എന്താണ്? ദി പ്രഷർ ആംഗിൾ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 10. An external gear with 60 teeth measures with a pinion of 20 teeth. Module being 6 mm. What is the center distance in mm? Okay, അപ്പോൾ 2 ഗിയർ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമ്പർ ഓഫ് ടീത്ത് ഇൻ ഗിയർ പ്ലസ് നമ്പർ ഓഫ് ടീത്ത് ഇൻ പിനിയൻ. Which is equal to, the module is given by 6 mm divided by 2 into number of teeth in gear is 60 plus number of teeth in pinion is 20. So which is equal to 6/2 3 into 8 is equal to 240 millimeter. So our answer is option C, 240. Okay, 240. Question number 11. So നമ്മൾ വൈബ്രേഷനിലെ ക്വസ്റ്റൻ ആണ്. ദ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ അറ്റ് നോഡ് ആൻഡ് ആൻറ്റി നോഡ് റെസ്പെക്റ്റീവ്ലി ഡാഷ് ആൻഡ് ഡാഷ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു വൈബ്രേഷൻ നമ്മൾ
ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതിൽ നമ്മൾ പറയുന്നത് സീറോ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് ഈ പോയിന്റുകളാണ് സീറോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സീറോ ആംപ്ലിറ്റ്യൂഡ് വരുന്ന പോയിന്റുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ആന്റിനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആന്റിനോഡ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ അറ്റ് നോഡിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സീറോ ആയിരിക്കും. ഓക്കെ, ആൻഡ് ആന്റിനോഡിൽ എന്തായിരിക്കും മാക്സിമം ആയിരിക്കും. സോ നമ്മൾ ആൻസർ ഏതാണ് വരുന്നത് സീറോ ആൻഡ് മാക്സിമം. സോ ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ, സീറോ ആൻഡ് മാക്സിമം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. When there is a reduction in amplitude over every cycle of vibration. ഓക്കെ, അപ്പോൾ നമ്മൾ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു ഡിഗ്രീസ് ചെയ്ത് വരുന്നു. ഓരോ സൈക്കിളിൽ എന്ത് ചെയ്യുന്നുണ്ട് ആംപ്ലിറ്റ്യൂഡ് ഡിഗ്രീസ് ചെയ്ത് വരുന്നു. ഓരോ സൈക്കിളിൽ ആംപ്ലിറ്റ്യൂഡ് ഡിഗ്രീസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വൈബ്രേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആ വൈബ്രേഷനിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും ഡിഗ്രീസ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡാംപ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഡാംപ്ഡ് വൈബ്രേഷൻ. Question number 13. The ratio of actual damping coefficient to the critical damping coefficient is called magnification factor, damping factor, logarithmic decrement, transmissibility. Okay, so നമ്മൾ ratio of actual damping coefficient I am taking C and the critical damping coefficient I am taking CC. Okay, ഇതിൻ്റെ ratio ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് damping factor എന്ന് പറയുന്നത് damping factor. Okay, so നമ്മൾ ആൻസർ എന്ന് പറയുന്നത് damping factor ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡാമ്പിംഗ് ഫാക്ടർ ആണ്. സോ ഡാമ്പിംഗ് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ടു ദി ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്. ഓക്കെ, നമ്മൾ ഇതിന്റെ വാല്യൂ നോക്കിയിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട് ഡാമ്പിംഗ് ഫാക്ടർ ഈസ് ലെസ് ദാൻ 1, വി ക്യാൻ കോൾ ഇറ്റ് ആസ് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. ഓക്കെ, അണ്ടർ ഡാംപ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം. ആൻഡ് ഇഫ് ദി ഡാമ്പിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 1, ഇറ്റ് ഈസ് ക്രിട്ടിക്കലി ഡാംപ്ഡ്. And if the damping factor is greater than 1, we can call it as under damped, critically damped, over damped vibration അല്ലെങ്കിൽ over damped system. ഓക്കെ, ക്ലിയർ. നമുക്ക് എക്സാംസിന് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഫ്ലൂയിഡ് മെക്കാനിക്സ്. നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. ടോട്ടൽ 6 മാർക്സ് വരുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. എ പീസ് ഓഫ് വുഡ് ഹാവിംഗ് വെയിറ്റ് 5 കിലോഗ്രാം ഫ്ലോട്ട്സ് ഇൻ എ വാട്ടർ വിത്ത് 60% ഓഫ് ഇറ്റ്സ് വോളിയം അണ്ടർ ദ ലിക്വിഡ്. ഓക്കെ, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ വുഡ് ഈസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ വുഡ് ആണ്. ഓക്കെ, യെസ് ഓഫ് വുഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വുഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എത്ര പെർസെൻറ്റേജ് ആണ് 60%, അതായത് ടോട്ടൽ വോളിയം. നമ്മൾ വുഡിൻ്റെ ടോട്ടൽ വോളിയം ഞാൻ വി ആണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ അതിൻ്റെ എന്താണ് 0.6 V എന്തിലാണ് അണ്ടർ ദി വാട്ടർ ആണെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അതുപോലെ അത് ഫ്ലോട്ടിംഗ് കണ്ടീഷൻ ആണ്. നമ്മൾ ബോയൻസിയിൽ പഠിച്ചിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് കണ്ടീഷൻ എന്താണ് ഫോഴ്സ് ഓഫ് ബോയൻസി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി ആയിരിക്കും. സോ ഇവിടെ വെയിറ്റ് ഓഫ് ദി വുഡ്. ഓക്കെ, ഇനി എന്താണ് ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോഴ്സ് ഓഫ് ബോയൻസി? ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വുഡ്. എന്താണ് ഏതൊരു സംഭവത്തിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. mg എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ആണ്. വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻറ്റു വോളിയം ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ജി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വുഡ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ വുഡ് ഇൻറ്റു വോളിയം ഓഫ് ദി വുഡ് into G. Okay, G get cancelled and density of water into volume of the water displaced. ഇതാണ് volume of the water displaced എന്താണ് 0.6 into volume of the wood ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത്രയും ഭാഗമാണ് മുങ്ങിക്കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ളത്. which is equal to density of wood into volume of the wood. So volume of the wood would get cancelled. So I'm taking density of water there. So 0.6 is equal to density of wood divided by density of water, which is known as specific gravity of wood. So answer is specific gravity of wood is option B 0.6. Okay. Question number 15. The power transmitted through a pipe is. Okay. The equation for power transmitted through a pipe is rho GQ H minus HF. Rho GQ H minus HF watt. So rho G is the W. നമ്മളിവിടെ W specific weight ആണ്. Small letter W specific weight into Q into H minus HF. Where H is the head available at the starting of the pipe and HF is the head loss in the pipe. അപ്പോൾ ടോട്ടൽ ആ പൈപ്പിൻ്റെ എൻഡിലുള്ള ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് H minus HF ആയിരിക്കും. സോ rho G QH minus HF അല്ലെങ്കിൽ WQ into H minus HF. ഇതാണ് ഇതെന്ന് പറയുന്നത് പവർ. If there is no loss in pipe, we can say it is rho G QH എന്ന് പറഞ്ഞാൽ മതി. ലോസ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി rho G QH. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി WQ H minus HF ആണ് എന്തെന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ എ പൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ. Then the loss of at the exit of pipe.
ഓക്കെ. അറ്റ് ദി എക്സിറ്റ് ഓഫ് പൈപ്പിൻ്റെ കേസിൽ 2 കേസാണ് എക്സിറ്റ് ഓഫ് ദി പൈപ്പ് വരുന്നത്. ഒന്നെങ്കിൽ ആ പൈപ്പ് ഒരു ടാങ്കിലോട്ട് ഓപ്പൺ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ എന്താണ് ആ പൈപ്പ് ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, ഈ രണ്ട് കേസിലും മൈനർ ലോസ് ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനർ ലോസ് എന്ന് പറയുന്നത്. സോ ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി v ആണെങ്കിൽ v²/2g ആണ് ഏതെന്ന് പറയുന്നത് ലോസ് എന്ന് പറയുന്നത്. v²/2g ആണ് പറയുന്നത്. ഓക്കെ, സോ ലോസ് ഓഫ് ഹെഡ് അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി പൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്. എക്സിറ്റ് ഓഫ് ദി പൈപ്പിൽ എന്താണ് മൈനർ ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് v²/2g ആണ്. ഇനി അത് എൻട്രി ഓഫ് ദ പൈപ്പ് ആയിരുന്നെങ്കിലോ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സിറ്റ് ഓഫ് ദി പൈപ്പാണ് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത്. എൻട്രി ഓഫ് ദ പൈപ്പ് ആണെങ്കിൽ അത് വരുന്നത് 0.5 v²/2g ആയിരിക്കും. 0.5 v²/2g. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് എക്സിറ്റ് ഓഫ് ദി പൈപ്പാണ്. സോ ദ ആൻസർ ഈസ് v²/2g. ഓക്കെ. Question number 17. A vertical wall of height h is subjected to a pressure due to one kind of liquid. On one of its side, the total pressure on the wall acts at a distance dash from the liquid surface. Okay. So here is the wall. ഇതാണ് വാൾ വരുന്നത്. സോ ലിക്വിഡിൻ്റെ മുകൾ ഭാഗം വരെ ലിക്വിഡ് വരുന്നുണ്ട്. സോ വാളിൻ്റെ ഹൈറ്റ് നമ്മൾ എച്ച് എന്ന് എടുക്കുന്നു. ബാക്കിയുള്ളതും തന്നിട്ടില്ല, പക്ഷേ ഇവിടുത്തെ ഞാൻ ബി എന്ന് എടുക്കുന്നു. ഓക്കെ, ബി എന്ന് എടുക്കുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ ടോട്ടൽ പ്രഷർ ഓൺ ദ വാൾ ആക്ട് അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ നമ്മളോട് കാണാൻ പറ്റുന്നത് സെൻറ്റർ ഓഫ് പ്രഷർ ആണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഇവിടെയാണ് ഇതിൻ്റെ സി ജി വരിക. ഓക്കെ, സോ ടോട്ടൽ ഹൈറ്റ് എച്ച് ആണെങ്കിൽ സി ജിയിലോട്ടുള്ള ഹൈറ്റ് എന്തായിരിക്കും? h/2 ആയിരിക്കും. സി ജിയിലോട്ടുള്ള ഹൈറ്റ് h/2 ആയിരിക്കും. അപ്പോൾ നമ്മളോട് സെൻറ്റർ ഓഫ് പ്രഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ സെൻറ്റർ ഓഫ് പ്രഷർ, വിച്ച് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇൻറ്റു h എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ് എച്ച്. ഇവിടെ സ്മോൾ ലെറ്റർ h എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒരു റെക്ടാങ്കുലർ പ്ലേറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണോ bh³ ഡിവൈഡ് ബൈ 12 ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് b ഇൻറ്റു എച്ച് ഇൻറ്റു സ്മോൾ ലെറ്റർ h എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലോട്ടുള്ള ഹൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് h/2 പ്ലസ് h/2. സോ ഹിയർ വി ആർ ക്യാൻസലിംഗ് b h² h ബാക്കി വരും h വരും ആൻഡ് yes 6 which is equal to h/6 plus 3h/6. അപ്പോൾ ഞാൻ രണ്ടും ന്യൂമറേറ്റർ സെയിം ആക്കാൻ വേണ്ടി 3h/6 which is equal to 4h/6 which is equal to 2h/3. സോ സർഫസിന് 2h/3 ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ഏതെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സർഫസിന് 2h/3 ഡിസ്റ്റൻസിലായിരിക്കും ടോട്ടൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന പോയിന്റ്. ദാറ്റ് മീൻസ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 2h/3. Question number 18. If K is the thermal conductivity, rho is the density, and C is the specific heat of a substance, then its thermal diffusivity is. സോ തെർമൽ ഡിഫ്യൂസിവിറ്റി നമ്മൾ ആൽഫയാണ് സാധാരണ ഡിനോട്ട് ചെയ്യാറ്. ആൽഫ സി ഈക്വൽ ടു എന്താണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് K/ρc ആണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, വേർ K is the thermal conductivity, rho is the thermal conductivity, rho is the density, and C is the specific heat at constant pressure. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. എന്താണ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറഞ്ഞാൽ? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഫ്രം ദി ഹീറ്റ് പോയിന്റ് ടു കോൾഡ് പോയിന്റ്. ഹീറ്റ് പോയിന്റ് നിന്ന് കോൾഡ് പോയിന്റിലോട്ടുള്ള ആ ബോഡിയിൽ ഫുള്ളായിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു തെർമൽ കണ്ടക്ടിവിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് K/ρc. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ദെൻ the ratio of heat flow Q1/Q2 from two identical walls of same thickness having their thermal conductivities as K1 is equal to 2K2 will be. Okay, so നമുക്കറിയാം thermal conductivity equation എന്ന് പറയുന്നത് Q is equal to minus K into area into dt/dx. Okay, so ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. തിക്നെസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. dx സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐഡന്റിക്കൽ വാൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ സെയിം ആക്കി എടുക്കാം. ഓക്കെ, ദെൻ സെയിം ഐഡന്റിക്കൽ വാൾ എന്ന് പറഞ്ഞുകൊണ്ട് സെയിം ഏരിയയും എടുക്കാം. ഓക്കെ ആണല്ലോ. സോ നമ്മളോട് കാണാൻ പറ്റുള്ള Q1/Q2 ആണ്. Q1/Q2 is equal to minus K1/A dt/dx divided by minus K2A dt/dx. ഓക്കെ, സോ സെയിം തിക്നെസ് എന്ന് പറഞ്ഞാൽ dx ക്യാൻസൽ ചെയ്യാം. അല്ല, dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ വാളിൻ്റെ തിക്നെസ്. ഓക്കെ, dt എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. സോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഐഡന്റിക്കൽ വാൾ എന്നുള്ളത് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് എൻഡിലുള്ള ടെമ്പറേച്ചർ സെയിം ആയിട്ട് എടുക്കാം. ഐഡന്റിക്കൽ വാൾ ആയതുകൊണ്ട് സെയിം ഏരിയ എടുക്കാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് ക്യാൻസൽ ആവും. K1 is equal to 2K2 എന്ന് പറയുന്നത്. K1 is equal to 2K2 divided by K2 which is equal to K2 ക്യാൻസൽ ചെയ്യാം. അല്ലേ,
K1 is equal to നമുക്ക് എന്ത് കൊടുക്കാം 2K2 എന്ന് കൊടുക്കാം. So 2K2 divided by K2. So we will get an answer 2. So our answer is option C 2. Okay. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. സെയിം തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, പക്ഷേ ഏരിയ ഒന്നിൻ്റെ ഡബിൾ ആണ്, തിക്നെസ് ഒന്നിൻ്റെ ഹാഫ് ആണ്. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞാലും ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ സിലബസിലെ കണ്ടക്ഷൻ തന്നെ പറയുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ട്രാൻസ്ഫറിന് 3 ക്വസ്റ്റൻ വരുന്നതിൽ ഒരു ക്വസ്റ്റൻ മിക്കവാറും നമുക്ക് ഈ കണ്ടക്ഷൻ്റെ സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ടാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റൻ നമ്പർ 20 മാനേജ്മെൻറ്റിലാണ്. ഹു ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രാക്ടീസ്? ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ സി പീറ്റർ ഡ്രക്കർ ആൻഡ് ഡഗ്ലസ് മക്ഗ്രേച്ചർ. ഓക്കെ, സോ ഇതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ HR എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടർ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 21 വാട്ട് ഈസ് മീൻ ബൈ ഡെസിഷൻ ഇൻ മാനേജ്മെൻറ്റ്? ഡെസിഷൻ എന്ന് മാനേജ്മെൻറ്റിൽ എന്താണ് ഡെസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ഫോർമുലേറ്റ് എ പ്രോപ്പർ കൺക്ലൂഷൻ ആഫ്റ്റർ കൺസിഡറേഷൻ, എ ഡെസിഷൻ ദാറ്റ് ലുക്സ് ഔട്ട് ഫോർ ദി ആൾട്ടർനേറ്റീവ്സ്, എ ഡെസിഷൻ ഈസ് ദ ഔട്ട്കം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ആൻ ഇൻഡിവിജ്വൽ, ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, സോ നമ്മളൊരു ആൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെതോ എല്ലാം നമ്മൾ എന്താണ് നമ്മൾ മാനേജ്മെൻറ്റിൽ പ്രോപ്പർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഫോർമുലേറ്റ് എ പ്രോപ്പർ കൺക്ലൂഷൻ ആഫ്റ്റർ ദി പ്രോപ്പർ കൺസിഡറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ കേസ് കൺസിഡർ ചെയ്ത ശേഷം. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്വസ്റ്റൻ നമ്പർ 22 shrinkage allowance is added to pattern dimension to take care of. ഓക്കെ, അപ്പോൾ നമുക്ക് 2 shrinkage ആണ് വരുന്നത്, ലിക്വിഡ് shrinkage അതുപോലെ സോളിഡ് shrinkage അല്ലെ, ലിക്വിഡ് shrinkage അതുപോലെ സോളിഡ് shrinkage. സോ ലിക്വിഡ് shrinkage എന്ന് പറഞ്ഞാൽ നമ്മുടെ പോറിംഗ് ടെമ്പറേച്ചറിന് ഫ്രീസിങ് തുടങ്ങുന്ന സമയം വരെയുള്ളതാണ് നമ്മൾ ലിക്വിഡ് shrinkage. ലിക്വിഡ് shrinkageനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? റൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ് വരുന്നത്? സോളിഡ് shrinkage വരുന്നുണ്ട്. സോളിഡ് shrinkage എപ്പോഴാണ് വരുന്നത്? നമ്മളിത് കംപ്ലീറ്റ് ഫ്രീസായി, ഓക്കെ, നമ്മളിത് കംപ്ലീറ്റ് സോളിലോട്ടും വന്നു, പക്ഷേ പിന്നെ ആ ടെമ്പറേച്ചറിന് എന്ത് വരുന്നുണ്ട്? റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്? ചെറിയ രീതിയിൽ shrinkage വരും. ഓക്കെ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? shrinkage allowance കൊടുക്കുന്നത് അല്ലേ, shrinkage allowance കൊടുക്കുന്നത്. സോ സോളിഡ് shrinkageന് ഒരുപാട് തവണ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ shrinkage allowanceഉം സോളിഡ് ലിക്വിഡ് shrinkageഉം വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ സോളിഡ് shrinkageനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? shrinkage allowance നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് shrinkage allowance is added to pattern dimension to take care of only solid shrinkage. Liquid shrinkage ഒരു കേസിലെ വരുന്നില്ല. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി സോളിഡ് shrinkage. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 23 a chaplet is used in sand mould to support the core during the molten metal pouring, support the mould from breaking, support the mould from moving molds, prevent the formation of cold shell. നമ്മൾ എന്തിനാണ് ചാപ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്? ചാപ്ലെറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതാണ് നമ്മളെ ക്യാവിറ്റി എന്ന് നോക്കാം. ഓക്കെ, സോ ഹിയർ ഈസ് ദ നമ്മളെ മൗൾഡ് വരുന്നുണ്ട്. ഈ ക്യാവിറ്റിയിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? ക്യാവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോർ വെക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്ന സമയത്ത് ഈ കോർ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന മെറ്റൽ പീസുകളാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? മെറ്റൽ പീസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏതാണ് പോർ ചെയ്യുന്ന മെറ്റൽ അതിൻ്റെ അതേ മെറ്റീരിയൽ ആയിരിക്കും ഇതെന്ന് പറയുന്നത് ചാപ്ലെറ്റ്സ്. സോ അത് മോൾട്ടൺ മെറ്റൽ വരുന്ന സമയത്ത് അതും കൂടെ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കൂടി ചേരും. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ ചാപ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്? സപ്പോർട്ട് ദ കോർ ഡ്യൂറിങ് ദ മോൾട്ടൺ മെറ്റൽ പോറിംഗ്. സോ മോൾഡിനെ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല, നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സപ്പോർട്ട് ദ കോർ ഡ്യൂറിങ് ദ മോൾട്ടൺ മെറ്റൽ ഈസ് പോറിംഗ്. മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്ന സമയത്ത് കോർ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചാപ്ലെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ബെസ്റ്റ് ഷേപ്പ് ഫോർ എ സ്പ്രൂ ഇൻ സാൻഡ് കാസ്റ്റിംഗ്. സ്പ്രൂവിൻ്റെ ഷേപ്പ് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്പ്രൂവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ടാപ്പേർഡ് സിലിണ്ടറിക്കലാണ് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ട്രേറ്റ് സിലിണ്ടറിക്കൽ ഉണ്ടാക്കാം. നമ്മൾ ഒരുപാട് കേസുകളിൽ സ്ട്രേറ്റ് സിലിണ്ടറിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതാണ്? ടാപ്പേർഡ് സിലിണ്ടറിക്കലാണ്. കാരണം എന്താണ്? നമുക്ക് ആസ്പിറേഷൻ എഫക്റ്റുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ സാൻഡ് ഇറോഷൻസുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാസ് ഇൻക്ലൂഷൻസുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഷേപ്പ് കൊടുക്കുന്നത്? ടാപ്പേർഡ് സിലിണ്ടറിക്കൽ കൊടുക്കുന്നത്. ഓക്കെ, ടാപ്പേർഡ് സിലിണ്ടറിക്കൽ. സോ ദ ബെസ്റ്റ് ഷേപ്പ് ഫോർ എന്താണ് സ്പ്രൂ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ കണക്റ്റിംഗ് പാസേജ് ഫ്രം ഏത്? നമ്മൾ പോറിംഗ് ബേസിന് പറയുന്നുണ്ട്. പോറിംഗ് ബേസിന് അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഏത് പറയുന്നത്? പോറിംഗ് ബേസിന് അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ സ്പ്രൂ എന്ന് പറയും. ദെൻ നമ്മൾ അടുത്ത് വരുന്നത് ഇൻഗേറ്റ് സിസ്റ്റം. ഓക്കെ, ഇൻഗേറ്റ് സിസ്റ്റത്തിൽ പോറിംഗ് ബേസിന് ആയിട്ടുള്ളതാണ് സ്പ്രൂ വരുന്നത്. സോ ആ ഒരു പാത്ത് നമ്മൾ മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യുന്ന സമയത്തുള്ള ഈ ഒരു പാത്ത്, ആ പാത്താണ് നമ്മൾ സ്പ്രൂ എന്ന് പറയുന്നത്. സോ അതാണ് വെർട്ടിക്കൽ പാത്ത്. സോ അതേതാണ് ബെറ്റർ ആയിട്ടുള്ളത്? ടാപ്പേർഡ് സിലിണ്ടറിക്കലാണ് ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 25 2 streams of liquid metal which are not hot enough to fuse properly result into casting defect. നമുക്ക് ഒരുപാട് എക്സാംസുകൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കാസ്റ്റിംഗ് ഡിഫക്റ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ള 2 സ്ട്രീം ഓഫ് ലിക്വിഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ക്യാവിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സോ ഹിയർ ഈസ് ദ ക്യാവിറ്റി. നമ്മൾ 2 ക്യാവിറ്റി എടുക്കുന്നു. സോ സാധാരണ നമുക്ക് ഈ പറയുന്ന ഒരു ഡിഫക്റ്റ് കൂടുതൽ വരാറുള്ളത് സ്റ്റെപ്പ് ഗേറ്റിംഗ് സിസ്റ്റത്തിലാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു?
ഇവിടെ നിങ്ങൾ പോർ ചെയ്യുന്നു, ഇതിലേയും പോർ ചെയ്യുന്നു. സോ ഇതിലെ പോർ ചെയ്യുന്ന മെറ്റൽ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, ഇവിടെ പോർ ചെയ്യുന്നു ഫ്ലോ ചെയ്യുന്നു. പക്ഷേ രണ്ടും എന്ത് ചെയ്യുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ രണ്ടും പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആകുന്നില്ല. ഓക്കെ, മിക്സ് ആകുന്നില്ല. മേ ബി എനഫ് ടെമ്പറേച്ചർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, നേരത്തെ നമ്മൾ പോർ ചെയ്യുന്ന സമയത്ത് തന്നെ സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ലിക്വിഡിറ്റി നമ്മൾ ഈ പറയുന്ന മോൾട്ടൺ മെറ്റലിന് എനഫ് ആയിട്ടുള്ള ഫ്ലൂയിഡിറ്റി ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എനിവേ എന്ത് ചെയ്യും, നമ്മൾ ഒരേ മെറ്റൽ തന്നെയാണ്, ഒരേ മോൾട്ടൺ മെറ്റൽ തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അത് രണ്ട് ഭാഗത്തൂടെ നമ്മൾ പോർ ചെയ്തതാണ്, ആ രണ്ട് ഭാഗത്തും കൊണ്ടുകൂടെ പോർ ചെയ്തത് കറക്റ്റായിട്ട് അവർ തമ്മിൽ മിക്സ് ആകുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾഡ് ഷട്ട് എന്ന് പറയുന്നത്. ഓക്കെ, 2 streams, 2 സ്ട്രീമാണ് ഓഫ് ലിക്വിഡ് മെറ്റൽ വിച്ച് ആർ നോട്ട് ഹോട്ട് എനഫ് ടു ഫ്യൂസ് പ്രോപ്പർലി. ഓക്കെ, അതെന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് കോൾഡ് ഷട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡയറക്റ്റ് ആൻസറുകളാണ് മിക്ക എല്ലാത്തിൻ്റെയും കേസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ ഇപ്പോൾ നമ്മൾ ഡിഫക്റ്റ് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള ഡിഫക്റ്റുകളും കൂടെ പഠിക്കുക. ഓക്കെ, നമ്മൾ ഗിയറിൻ്റെ കേസിൽ നമ്മൾ മൊഡ്യൂൾ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ടേംസുകളൂടെ പഠിക്കുക. ആ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഈ വരാൻ പോകുന്ന അപ്കമിങ് എക്സാമിന് നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം. നമുക്ക് എന്തായാലും എന്ത് വരും, നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ഏറ്റവും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത ടോപ്പിക്കുകളിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു.